ചില അസുഖങ്ങൾ വന്നാൽ നമുക്ക് പുതിയ പോളിസി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു അവസരമാണ്. പിന്നെ വലിയ കവറേജിന് വേണ്ടിയിട്ട് ടോപ്പ് അപ്പ് പോളിസീസും ഉപയോഗിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞു ഈ കമ്പനികളുടെ ഈ ഗ്രൂപ്പ് പോളിസീസ് ശരിക്കും പറഞ്ഞാൽ ഒരു സുപ്രീം കോടതി ഒരു വിധിയുണ്ട്, എല്ലാ സ്ഥാപനത്തിലും നിങ്ങൾ ഈ ജോലിക്കാർക്ക് ഇൻഷുറൻസ് വേണം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആരും അത്ര കാര്യമാക്കാറില്ല. ഒരു ജോലിക്കാരുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ഇൻഷുറൻസ് കൊടുക്കേണ്ടതാണ് ശരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ആക്സിഡൻറ്റ് പോളിസിയെങ്കിലും കൊടുക്കണം. ഇപ്പോൾ ആക്സിഡൻറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുണ്ട്. നമുക്ക് അസുഖങ്ങൾക്ക് മാത്രമല്ല, ആക്സിഡൻറ്റ് മൂലമുള്ള അസുഖങ്ങൾക്ക് മാത്രമല്ല, അവർ അസുഖം മൂലം ആക്സിഡൻറ്റ് മൂലം കമ്പനിയിൽ ലീവ് ആയാൽ പോലും വീക്കിലി കോമ്പൻസേഷൻ കിട്ടുന്ന ഇതുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ജോലിക്കാരന് ഒരു മാസം ബെഡ് റെസ്റ്റ് ആണെങ്കിൽ അയാൾക്ക് ശമ്പളം കിട്ടില്ലല്ലോ. അവിടെ ഇത് വീക്കിലി കോമ്പൻസേഷൻ ഇപ്പം ഒരു 5,000 വെച്ചാണെന്നുണ്ടെങ്കിൽ ഒരു 20,000 രൂപ അയാൾക്ക് കിട്ടുമ്പോൾ അയാളുടെ കുടുംബം അങ്ങനത്തെ കുറേ നല്ല പോളിസികളുണ്ട്. പക്ഷെ ആൾക്കാർ അതൊന്നും തിരിച്ചറിയണില്ല. അതിനെക്കുറിച്ച് ചെറിയ ചെറിയ പൈസ മുടക്കാൻ മടി കാണിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ പോലും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത് അപ്പോഴും നമ്മൾ അറിയുന്നില്ല. ശരിക്കും ഈ ഇൻഷുറൻസ് മേഖലയെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ ഇങ്ങനെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ അപകടമോ വന്നിട്ട് നമ്മൾ ലീവ് എടുത്താൽ പോലും നമുക്ക് അതിന് കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ഇൻഷുറൻസ് വിഭാഗത്തിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് ഇറ്റ്സ് എ ന്യൂ ഇൻഫോർമേഷൻ. കൂടാതെ തന്നെ ഈ പോളിസി തന്നെ ആക്സിഡൻറ്റ് പോളിസി തന്നെ ഇപ്പോൾ 1 കോടിയുടെ പോളിസി അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പോളിസി ഉണ്ട്. അത് കൂടുതലും ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സിനാണ് ഏറ്റവും ഉപകാരപ്പെടുന്നത്. കാരണം ഒരു ഡോക്ടറെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആക്സിഡൻറ്റ് പറ്റി സപ്പോസ് ഒരു ബാത്റൂമിൽ ഒഴിക്കുകൊണ്ട് ഫ്രാക്ചറായിട്ട് ഇയാൾ 1 മാസം കിടന്നു. ഇദ്ദേഹത്തിന് നമുക്ക് വീക്കിലി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം വരെ ആഴ്ചയിൽ കിട്ടും. 4 ആഴ്ച 1 മാസം കിടന്നു കഴിഞ്ഞാൽ 4 ലക്ഷം കിട്ടി. പിന്നെ ആ ഫ്രാക്ചർ ഉണ്ടായതിൻ്റെ പേരിൽ മാത്രം 1 ലക്ഷം രൂപ അഡീഷണൽ വേറെ കിട്ടും, ചികിത്സയ്ക്ക് വേറെ കിട്ടും. അപ്പോൾ ആക്സിഡൻറ്റ് പോളിസിയിൽ കുറേ ബെനിഫിറ്റുകളുള്ള പോളിസികൾ അവൈലബിൾ ആണ്. കുറച്ച് പ്രീമിയം വേരിയേഷൻ വരുന്നു മാത്രം. മിനിമം ബേസിക് കാര്യങ്ങളുള്ളത് കൊണ്ട് അതുപോലെ കുറേ ഫീച്ചേഴ്സ് ബെനിഫിറ്റ് കുട്ടികളുടെ അതിൽ തന്നെ ഡെത്ത് കവറേജും കൂടിയുണ്ട് 1 കോടി. പിന്നെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കാശ് കൊടുക്കും, ഫ്യൂണറിൻ്റെ കാശ് കൊടുക്കും. അങ്ങനെ കുറേ ഫീച്ചേഴ്സുകളുള്ള പ്രൊഡക്റ്റുകളും കുറേ അവൈലബിൾ ആണ്. പക്ഷെ പലരും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെവി കൊടുക്കാനോ അത് അന്വേഷിക്കാനോ പോകുന്നില്ല. ആ ഒരു സമയം വരുമ്പോൾ മാത്രം നമ്മൾ അന്വേഷിക്കുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അറിവുകളൊന്നും ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചും പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത് നമുക്ക് വരാൻ പോകുന്നത് വെഹിക്കിൾ ഇൻഷുറൻസ് ആണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? വെഹിക്കിൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2-3 ഉണ്ട്. പാസഞ്ചർ വെഹിക്കിൾസ്, പ്രൈവറ്റ് വെഹിക്കിൾസ്, കമേഴ്ഷ്യൽ വെഹിക്കിൾസ്, അങ്ങനെ 2-3 കാറ്റഗറി ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കമേഴ്ഷ്യൽ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ GVWനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു കാൽക്കുലേഷൻസ് പ്രീമിയംസ് വരുന്നത്. GVW കൂടുതൽ അനുസരിച്ച് കൂടുതൽ പ്രീമിയം വരും. അതായത് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് വണ്ടിയുടെ അത്ര പവറുള്ള വണ്ടിയുടെ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും, അതനുസരിച്ച് ക്ലെയിം റേഷ്യോ കൂടും, അതനുസരിച്ച് പ്രീമിയം കൂടും. B2B എന്നുള്ള ആ ഒരു കാറ്റഗറിക്ക് വരുന്നത് B2B എന്ന് പറഞ്ഞാൽ ബമ്പർ ടു ബമ്പർ എന്ന് പറയും, അല്ലെങ്കിൽ നിൽ ഡിപ്രിസിയേഷൻ എന്ന് പറയും. അതെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പോഴാണ് അത് കൂടുതൽ ആൾക്കാർ ഇത് ചെയ്യുന്നത്. നോർമൽ കമ്പനികളിൽ 5 വർഷം വരെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാം, ബമ്പർ ടു ബമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ക്ലെയിം വന്നാൽ ഫുൾ എമൗണ്ട് നമുക്ക് കിട്ടും. വെഹിക്കിൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കാതെ പോകുന്ന ആൾക്കാർ പലരും ഉണ്ടാവും, ഒരുപാടുണ്ട്. അതെ, പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് വരുമ്പോഴായിരിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ ലൈഫ് ഇൻഷുറൻസിന്റെയും ഹെൽത്ത് ഇൻഷുറൻസിന്റെയും ഇമ്പോർട്ടൻസ് അറിയുന്ന പോലെ തന്നെയാണ് വെഹിക്കിളിന് ആക്സിഡന്റ് വരുമ്പോഴേക്കുള്ളൂ നമുക്ക് ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ബാധ്യത നമ്മളെ വല്ലാതെ അലട്ടുന്നത്. മിനിമം നമ്മുടെ വണ്ടിക്ക് തേർഡ് പാർട്ടിയിൽ തേർഡ് പാർട്ടി മീൻസ് പബ്ലിക് ലയബിലിറ്റി. നമ്മുടെ വണ്ടി മൂലം മറ്റുള്ളവർക്ക് വരുന്ന നാശനഷ്ടങ്ങളെ കവർ ചെയ്യുന്ന പോളിസി ഉണ്ടെങ്കിലാണ് വണ്ടി റോഡിൽ ഇറക്കാൻ പാടുള്ളൂ. അതില്ലെങ്കിൽ വണ്ടി ആരും എടുക്കരുതെന്നാണ് ഞാൻ പറയുള്ളൂ. പലരും അത്യാവശ്യം വരുമ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാന്ന് നോക്കില്ല, ആരും എടുത്തു കൊണ്ടുപോകും. എന്തെങ്കിലും പ്രശ്നം വന്ന് നമ്മുടെ എന്താ പറയുക, വലിയൊരു ബാധ്യതയായി മാറും, വീട് പോലും നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. ഈ തേർഡ് പാർട്ടി എടുക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇത്രയും ഇയേഴ്സ് ഓഫ് വെഹിക്കിളിന് മാത്രം വെഹിക്കിൾ കഴിഞ്ഞ പിന്നെ തേർഡ് പാർട്ടി മാത്രം കിട്ടുള്ളൂ എന്നുള്ളൊരു അങ്ങനെയില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ കവർ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പ്രീമിയം വലിയ കൂടുതലൊന്നും വരില്ല. തേർഡ് പാർട്ടി പ്രീമിയം ഓഡി പ്രീമിയം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻസ് വരുള്ളൂ. അതുകൊണ്ട് കണ്ടിന്യൂസ്
ആയിട്ട് പോകുന്നത് ഫുൾ കവറിൽ തന്നെ പോവാം. അപ്പോൾ ആസ് എ വ്യൂവർ ആയിട്ട് പറയുകയാണെങ്കിൽ പോലും പറഞ്ഞ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും വെഹിക്കിൾ ഇൻഷുറൻസും കൂടാതെ മറ്റ് ഇൻഷുറൻസുകൾ എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള ഇൻഷുറൻസ് ഏതൊക്കെയാണെന്ന് സാർ പറയാം. ഇൻഷുറൻസ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക ഒരു സാഗരമാണ്. ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പം അതിന് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്ന എല്ലാവരും പറയണ്ടെങ്കിലും ഭൂരിഭാഗം ആൾക്കാർ എടുക്കാറില്ല. ഇപ്പോൾ ഒരു വീട് ഇൻഷുർ ചെയ്യണമെങ്കിൽ ആ വീടിൻ്റെ ഫയർ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കവറേജുകളും പെടും. നാച്ചുറൽ കലാമിറ്റി, തീപിടുത്തം മാത്രമല്ല, ഭൂമികുലുക്കം, സ്ട്രോം, ഇതെല്ലാം അതിൽ പെടുന്നതാണ്. പിന്നെ അതിൽ ആഡ് ഓൺ ആയിട്ട് നമുക്ക് തെഫ്റ്റും കൂടി ആഡ് ചെയ്യാം, കളവ് ഇതും കൂടിയിട്ട് അതിൽ ആഡ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഹൗസ് ഹോൾഡേഴ്സിൻ്റെ ബ്രേക്ക് ഡൗൺ കവറേജ് ചെയ്യുന്ന ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റിനിങ് പോലെ എന്തെങ്കിലും കേടുവന്നു പോയാലും അല്ലെങ്കിൽ നോർമലി കേടുവന്നാലും കവർ ചെയ്യുന്ന ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസും കൂടി ആഡ് ചെയ്യാം. അതുപോലെ ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, നമ്മളുടെ ലാപ്ടോപ്പ്, മൊബൈലുകളൊക്കെ സാധാരണ ഇൻഷുറൻസ് എടുക്കില്ല. പക്ഷെ നമ്മുടെ ഹൗസ് ഹോൾഡേഴ്സിൻ്റെ കൂടെ നമുക്കിത് ചെയ്യുകയാണെങ്കിൽ അതും ഇൻഷുറൻസ് കവറേജ് കൊടുക്കാൻ പറ്റും. ഒരു ന്യൂ ഇൻഫോർമേഷനാണിത്. കാരണം നമുക്ക് സാധാരണ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഷുറൻസ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ സാർ പറഞ്ഞ പോലെ ഹോം ഇൻഷുറൻസിൻ്റെ ഒപ്പം നമ്മൾ ആ ഒരു കാറ്റഗറി, ആ ഒരു സെക്ഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള സാധനങ്ങൾക്കും ഇൻഷുറൻസ് ലഭിക്കും അല്ലേ? ഒരു ആപ്പിളിൻ്റെ ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു ഫോൺ വാങ്ങിക്കണമെങ്കിൽ ഈ ഫോണിന് ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കാം. അതെ, ആ ഇൻഷുറൻസ് ഒരു മിനിമം ഒരു 15,000 വരും. അതെ, ആ മൊബൈലിന് മാത്രം. ഈവൻ ഒരു ഹോം ഇൻഷുറൻസ് ഒരു ചെറിയൊരു വീടിൻ്റെ ഇതനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 5,000 രൂപ അത് ഇൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ മെറൈൻ ഇൻഷുറൻസ് എന്നൊക്കെ ആ ഒരു സംഭവമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മെറൈൻ ഇൻഷുറൻസ് പറഞ്ഞാൽ ആ മെറൈൻ ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടുള്ള ഇൻഷുറൻസ് ആണ്. ആ ഇൻഷുറൻസിനെ അത് പലർക്കും ഈ മറൈൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു ഷിപ്മെന്റ് മാത്രമാണ് എന്നുള്ളത്. പക്ഷെ അതങ്ങനെയല്ല. ഏതൊരു പ്രൊഡക്റ്റും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതിന് കവറേജ് കൊടുക്കുന്ന ഇതിന് മറൈൻ ഇൻഷുറൻസ് ആണ്. അത് റോഡാവാം, ഫ്ലൈറ്റ് ആവാം, ഷിപ്പാവാം. അപ്പോൾ എന്തുകൊണ്ട് ഈ മറൈൻ എന്നൊരു പേര് അതിന് വന്നിരിക്കുന്നത്? പഴയ കാലത്ത് കപ്പൽ ചരക്കുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് കടൽ കൊള്ളക്കാർ ഇത് അടിച്ചു മാറ്റും. അതെ. അപ്പോൾ വലിയ ഭീമമായ നഷ്ടങ്ങൾ വരുന്നു. അപ്പോൾ ഇതുപോലെ ഈ കപ്പൽ ഓണേഴ്സ്, കുറേ കമ്പനിക്കാർ ഒരു കൊല്ലത്തിൽ എത്ര കപ്പൽ ഇങ്ങനെ അടിച്ചു പോകും എന്നുള്ളൊരു കാൽക്കുലേഷനിൽ ഇവർ ഒരു കണക്കുണ്ടാക്കി. ഓക്കെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ ഒരു എമൗണ്ട്, ഒരു കപ്പലിൻ്റെ പൈസ ഒരെണ്ണം പോകണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പലിൻ്റെ പൈസ ഇൻഷുറൻസ് ആയിട്ട് എല്ലാവരും ഇത് ചെയ്തിട്ട് ആ കപ്പലിൻ്റെ ഉടമയ്ക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇൻഷുറൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായെന്നാണ് പഴയ കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടേക്കുന്നത്. ഇപ്പോൾ ഈ മറൈൻ ഇൻഷുറൻസ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു പ്രോഡക്റ്റും ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് തന്നെ ആപ്ലിക്കബിൾ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയുണ്ട്? പ്രോഡക്റ്റിൻ്റെ ഒരു പെർ പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ പെർ കണ്ടെയ്നർ ആണോ? അതെങ്ങനെയാണ് വരുന്നത്? നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കും. ഇപ്പോൾ ഒരു മൊബൈൽ ഒറ്റയ്ക്ക് അയക്കുകയാണെങ്കിൽ, കൊറിയർ വഴി അയക്കുകയാണെങ്കിൽ അത് ഇൻഷുർ ചെയ്യാം, അതും മറൈൻ തന്നെ പറയാം. അതുപോലെ തന്നെ മിഷനറി അല്ലെങ്കിൽ എന്ത് സാധനമായാലും, ഒരു കണ്ടെയ്നർ ആയാലും അല്ലെങ്കിൽ പാഴ്സൽ സർവീസ് ആയാലും നമുക്ക് എങ്ങനെയാണ് പോകണമെന്നുള്ള അതിൻ്റെ എല്ലാവരും കാര്യങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂ കാര്യങ്ങൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം മിഷനറി സംബന്ധിച്ച് ചെയ്യുമ്പോൾ ആ മിഷനറി കൊണ്ടുപോകുമ്പോൾ മാത്രമല്ല ഇറക്ഷനും കൂടി കവർ ചെയ്യാം. അതായത് വണ്ടിയിൽ നിന്ന് ഇറക്കണ സമയത്ത് എന്തെങ്കിലും ഡാമേജ് വന്നാലും, ഇറക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും കവർ ചെയ്യുന്ന അതിൽ ആഡ് ഓൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ.